നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ന്യൂ ഇയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റീഡിങ്, അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ നല്ലോണം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോയി പടക്കമൊക്കെ പൊട്ടിച്ച് അടിപൊളിയാക്കിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റീഡിങ് തേർഡ് പാർട്ടി. ഒരാൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, വാട്സാപ്പ് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ടി എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങിയതെന്ന്. കാരണം അത് ഞാൻ പറയുന്നില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ ഞാൻ അതാണ് നോക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വന്നത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അവരേത് സിറ്റുവേഷനിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് അവർ കാരണം എന്താണ്, ഉദ്ദേശം എന്താണ്, അവർ തുടങ്ങിയതിൻ്റെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങിയതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണോ, ഇത് തമാശയ്ക്കാണോ, അത് നോക്കണം. പിന്നെ എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് പോകുമോ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയുടെ ആ സിറ്റുവേഷൻ കേട്ടോ. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും തേർഡ് പാർട്ടി ഏത് സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ. അപ്പോൾ ഇത് ഒന്നാമത്തെ കാർഡ്, രണ്ടാമത്തെ കാർഡ്, മൂന്നാമത്തെ കാർഡ്. ഇതിലേത് കാർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. അപ്പോൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യിപ്പിക്കാൻ നോക്കരുത്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അല്ലേ. ഇത് രണ്ടാമത്തെ റീഡിങ് കാർഡ്, ഇത് മൂന്നാമത്തെ കാർഡ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാർഡിൽ തേർഡ് പാർട്ടിയുടെ നിങ്ങൾ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്തായിരുന്നു, അതാണ് ഇതിനകത്ത്. നമുക്ക് ആദ്യം ഓറക്കിൾ മെസ്സേജ് നോക്കാം. നിങ്ങളുടെ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഓം എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് പറയുന്നത്, വേറെ കാർഡൊന്നും വന്നില്ല. ഈ കാർഡ് പറയുന്നത് ഓം എന്നുള്ള യൂണിവേഴ്സൽ സൗണ്ട് മന്ത്രമാണിത്. ഓം നമ്മളെ ക്ലിയർ ആവും ബ്രെയിനൊക്കെ, നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ച് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങളുടെ മനസ്സിനൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി, എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ടാണ് നടക്കുന്നത്, ഇതൊക്കെ ഇതിനുള്ളൊരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഓം എന്നും പറഞ്ഞത്, സൗണ്ട് ജപിക്കാൻ പറയുന്നത്, അല്ലെങ്കിൽ ആ വാക്ക് അല്ലെങ്കിൽ ആ മന്ത്രം ജപിക്കാൻ പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്നാണ് നമ്മൾ. തേർഡ് പാർട്ടി മാരീഡ് ആയിരുന്നു ആ സമയത്ത്. 4 ഓഫ് wands ആണ്. തേർഡ് പാർട്ടി മാരീഡ് ആയിരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എക്സ് ആയിരിക്കാം ഈ തേർഡ് പാർട്ടി, മനസ്സിലായോ? അതല്ലെങ്കിൽ തേർഡ് പാർട്ടി പല റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ ഒരു മാരേജ്, ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അറ്റൻഡ് ചെയ്തൊരു മാരേജ് ആ സ്ഥലത്ത് വെച്ചിട്ടായിരിക്കാം തേർഡ് പാർട്ടിയുമായിട്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കാണുന്നതും റിലേഷൻഷിപ്പിലേക്ക് വരുന്നതും. ഇതൊരു നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം, മനസ്സിലായോ? നിങ്ങളുടെ ഫ്രണ്ട് ആവാം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്, ആരോ എന്തോ. അപ്പോൾ ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ റിലേറ്റീവോ ആരുമാവാം തേർഡ് പാർട്ടി നിങ്ങളുടെ സിറ്റുവേഷനിൽ കേട്ടോ. അപ്പോൾ ഇതൊരു മാരേജിൻ്റെ സിറ്റുവേഷൻ ആയിരുന്നു ആ സമയത്ത്. ഒന്നില്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ മാരേജ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അത് എടുക്കുക. പല ഇത് വരുന്നുണ്ട് എനിക്ക്. എന്തായാലും
ഒരു സെലിബ്രേഷൻ്റെ സമയത്താണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ പരിചയപ്പെടുന്നതും ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നതും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്പേഴ്സ് കൈമാറിയിട്ടുണ്ടാവുമ്പോൾ, മനസ്സിലായോ? അങ്ങനെയായിരിക്കും റിലേഷൻഷിപ്പിലേക്ക് പോയത്. ഓക്കെ, നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ആ ഒരു കാർഡ് അവിടെ കിടക്കട്ടെ. മദർ ഓഫ് കപ്സ്. മദർ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരിക്കും. കണ്ടപ്പോൾ തന്നെ രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിക്കും തമ്മിൽ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. സ്ട്രെങ്ത് കാർഡ്. ലിയോ സോഡിയാക് സൈൻ ആണിത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. സ്ട്രെങ്ത് കാർഡ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, കൺട്രോൾ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് എനിക്ക് സ്ട്രെങ്ത് കാർഡ് കാണുമ്പോൾ തോന്നുക. നമ്മളെ സ്നേഹം കൊണ്ട് വശീകരിക്കുന്ന, അല്ലെങ്കിൽ സംസാരം കൊണ്ട് വശീകരിക്കുന്ന, അല്ലെങ്കിൽ രൂപം കൊണ്ട് വശീകരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റേ ആളെക്കാളും സ്ട്രെങ്ത് കൂടുതൽ, മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് കുരുക്ക് പോലെയാണ്. ഈ സിംഹത്തിൻ്റെ നെറ്റിയിൽ ഒരു 8ൻ്റെ സിമ്പിളാണ്. അത് ഇൻഫിനിറ്റി സിമ്പിളാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കുരുക്കാണത്, മനസ്സിലായോ? പെട്ട് പോകുക എന്ന് പറയില്ലേ, അത് തേർഡ് പാർട്ടിയാണോ നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടത്, അവർ രണ്ടുപേരും ഒരുപോലെ പെട്ടുപോയതാണോ എന്നറിയില്ല. സ്നേഹത്തിൻ്റെ കുരുക്കു. സ്നേഹവും ഒരുതരം പവറാണ്. സ്നേഹം കൊടുത്ത് നമ്മൾ മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും അതായിരുന്നു നിങ്ങൾ തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും സിറ്റുവേഷൻ ആ സമയത്ത്. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹത്തിലേക്ക് പോയിട്ട് ആ പേഴ്സൺ, അവർ വിവാഹം കഴിച്ച ആളുടെ ഫ്രണ്ട് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ, മനസ്സിലായോ? അങ്ങനെ എന്തോ ഒരു കണക്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ബന്ധുവായിരിക്കാം. എന്തായാലും കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഒരാൾക്ക് മറ്റേ ആളെ. അതൊരു കുരുക്ക് പോലെ, ഒരു സോൾമേറ്റ് കണക്ഷൻ പോലെ, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഒരു കണക്ഷൻ പോലെയാണ് ഇവിടെ കാണിക്കുന്നത്. എന്തായാലും നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാം. എന്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം? എന്താണ് തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം? ഒരു 2 ഓഫ് കപ്സ് ഞാനിവിടെ കണ്ടു, പിന്നെ അത് കാണുന്നുണ്ട്. നോക്കാം ഞാനെങ്കിൽ വരുന്നു. ട്വിൻ ഫ്ലെയിം കണക്ഷൻ പോലെ വരും. അത് പണിയാണത്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉള്ളതെങ്കിൽ അതൊരു തലവേദന പിടിച്ച സിറ്റുവേഷനാണ്. ഇത് ഒരു എംപ്ലോയി, ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കടയിൽ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് നടത്തുന്ന നിങ്ങളുടെ പേഴ്സൺ അവിടെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പേഴ്സൻ്റെ ബോസിൻ്റെ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം, മനസ്സിലായോ? ഒരു എംപ്രസ് ആണിത് തേർഡ് പാർട്ടി. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നടത്തുന്ന ഒരു കമ്പനിയുടെ ഒരു എംപ്ലോയിയുടെ വൈഫ് ആവാം, ഹസ്ബൻഡ് ആവാം. കാരണം ഇവിടെ ഒരു എംപ്രസിനെ കാണുന്നുണ്ട്. വളരെ കെയറിങ്, നർച്ചറിങ് ആയ, വളരെ പവർഫുൾ ആയ, ഇഷ്ടംപോലെ പണമുള്ള ഒരു എനർജിയാണ്. അത് നിങ്ങളുടെ പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി അങ്ങനത്തെ ഒരു എനർജി ആവാം, മനസ്സിലായി? അപ്പോൾ തേർഡ് പാർട്ടി തേർഡ് പാർട്ടിക്ക് പൊതുവേ ഈ ഒരു 2 വഞ്ചിയിൽ കാല് വയ്ക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു എനർജിയാണ്. ഇത് നിങ്ങളുടെ പേഴ്സണേക്കാളും മുതിർന്ന ഒരു എനർജി ആവാനും ചാൻസ് ഉണ്ട്. ഒരു വളരെ കള്ളത്തരത്തിൽ കൂടെ കാര്യങ്ങൾ നടത്തുന്ന ഒരു എനർജിയാണ്. ഏത് സമയത്തും ഇവരുടെ ലൈഫിൽ പല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർ. അപ്പോൾ വളരെ സീക്രട്ട് ആയിട്ടുള്ള കാര്യമാണ് ഇവരുടെ. ഭയങ്കര
മാത്രമുള്ള ഒരു എനർജിയാണിത്. ആരും കണ്ടുപിടിക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇവരുടെ ഉദ്ദേശം അതായിരുന്നു, നിങ്ങളുടെ പേഴ്സണെ പിടിച്ചെടുക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതൊരു സ്ത്രീ ആവാം, ഒരു പുരുഷനാവാം. പുരുഷൻ സ്ത്രീയുടെ എനർജി ഉള്ള ഒരു പുരുഷൻ, മെൻറ്റാലിറ്റി ഉള്ള ഒരു പുരുഷനാവാം. അപ്പോൾ ഇവർക്കൊരു തുടങ്ങാനായിട്ടൊരു നിങ്ങൾ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് അവർക്കൊരു സീക്രട്ട് അജണ്ട ഉണ്ട്. മനസ്സിലായോ? ഭയങ്കര സെൽഫിഷാണ് ഇവർ. അപ്പോൾ ഇവർക്ക് ഈ ആണായാലും പെണ്ണായാലും കാണാൻ ഭംഗിയുള്ള അല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങളെല്ലാം പിടിച്ചെടുക്കാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ട് ഇവർക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്ത്രീ ആയാലും നിങ്ങളുടെ പേഴ്സൺ ആണോ പെണ്ണോ ആരും ആയിക്കോട്ടെ, വിവാഹം കഴിക്കാനുള്ള ഒരു ഇൻറ്റൻഷൻ അല്ല. അത് പക്ഷെ നന്നായിട്ട് കുടുംബം നോക്കുന്ന ആളാണെന്ന് തോന്നുന്നു നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെ തേർഡ് പാർട്ടി റിലേഷൻഷിപ്സ് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ആളല്ല. മനസ്സിലായോ? സ്ത്രീ ആയാലും പുരുഷനായാലും നിങ്ങളുടെ പേഴ്സൺ ഫാമിലിയോട് അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു എനർജിയാണ്. അതുപോലെ മറ്റുള്ളവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് അടുത്തില്ല. അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് തേർഡ് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എന്താണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെ എന്തുകൊണ്ടാണ് ഇവരോട് കാരണം ഇവരുടെ സ്വഭാവവും കാണാനും മോശമില്ലാത്തൊരു എനർജിയാണ് ഇവർ. അപ്പോൾ ഇവരിൽ പെട്ടെന്ന് ഇവരുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ ആൾക്കാർ പെട്ടെന്ന് വശീകരിക്കപ്പെടും. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ അതിൽ നിന്ന് അകന്നാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊരു വാശിയായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഇവർ റിലേഷൻഷിപ്പ് തുടങ്ങിയത്. നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പണമൊന്നും അല്ല ഇവർക്ക് വേണ്ടത്. മനസ്സിലായി? നിങ്ങളുടെ പേഴ്സണെ ഇവരുടെ പാർട്ടിലാക്കുക, ഇതാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഇതായിരുന്നു. അങ്ങനെയാണ് അപ്പോൾ എങ്ങനെയാണ് പതുക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് റിലേഷൻ. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പേടിയുള്ള ഒരു എനർജിയും കൂടിയാണ്. നിങ്ങൾ ഒരിക്കലും ഇതിനെക്കുറിച്ച് അറിയരുതെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് തേർഡ് പാർട്ടിയോട് പറഞ്ഞിട്ടുമുണ്ട്. മനസ്സിലായി? നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പ് ഒരു പ്രാരാബ്ധമാണ്. തേർഡ് പാർട്ടിക്ക് അത് അറിയാം. പക്ഷേ എന്നാലും തേർഡ് പാർട്ടി വശീകരിച്ചെടുക്കുകയാണ് ചെയ്തത് നിങ്ങളുടെ പേഴ്സണ്. ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ഒക്കെ നടത്തിയിട്ടുണ്ടാവാം. എന്തെങ്കിലും ഭക്ഷണത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ആവശ്യ സമയത്ത് എന്താ പറയുക ഹെൽപ്പ് ചെയ്യുകയോ അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ ചിലരുണ്ടല്ലോ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പെരുമാറുന്ന, എല്ലാ പ്രശ്നങ്ങളും എന്നോട് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്ന ചില എനർജീസ് ഉണ്ട്. അപ്പോൾ പലതരത്തിലാണ് ആൾക്കാർ മറ്റുള്ളവരെ വശീകരിക്കാൻ നോക്കുക. ഇവരുടെ ഒരു വേറെ ടൈപ്പ്. പക്ഷേ ഇവരുടെ പേഴ്സണെയും ഡിവോഴ്സ് ചെയ്യില്ല, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെയും ഡിവോഴ്സ് ചെയ്യില്ല. അപ്പോൾ ഇവരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ടൊരു റിലേഷൻഷിപ്പ് തുടങ്ങിയത്. കാരണം തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ വിവാഹം കഴിക്കേണ്ടി വരുന്നില്ല, അതുപോലെ നിങ്ങളെ ഉപേക്ഷിക്കേണ്ടി വരുന്നില്ല. അതിവിടെ സോഡിയാക് സൈൻ ടോറസ്, ലിബ്ര, വെർഗോ, പൈസസ്, വെർഗോ, ലീബ്ര, ലിയോ, ഇത്രയുമാണ് സോഡിയാക് സൈൻ കാണിക്കുന്നത്. ഇത് ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആണോ? ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണോ? ആണെന്നാണ് പറയുന്നത്. ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണ്, പക്ഷെ വിവാഹത്തിലേക്ക് പോകാനല്ല. അപ്പോൾ തുടങ്ങിയപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ പല റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന ഒരു തേർഡ് പാർട്ടി ഒരു രസത്തിന് തുടങ്ങിയതായിരിക്കും. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ അടുത്തറിഞ്ഞപ്പോൾ നിങ്ങളുടെ പേഴ്സണോടൊരു അറ്റാച്ച്മെൻറ്റ് ഇവർക്കുണ്ട് മാനസികമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് റിലേഷൻഷിപ്പുമായിട്ട് ഇവർ രണ്ടുപേരും മുമ്പോട്ട് പോകുന്നത്, വിവാഹം കഴിക്കാനല്ല കേട്ടോ. അപ്പോൾ ഇത് വേറൊരു കാര്യം കാണിക്കും, വിവാഹത്തിൽ രണ്ടുപേരും അത്ര ഹാപ്പി അല്ലാത്തത് പോലെ. ഇപ്പോൾ മിക്കവരും വിവാഹത്തിൽ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ ആയിരിക്കില്ല നമ്മൾ വിവാഹത്തിൽ കിട്ടുക. പക്ഷെ നമ്മൾ കല്യാണം കഴിച്ചുകൊണ്ട് ആ ഒരു ലീഗൽ ബോണ്ടിൽ അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുത്ത് മുമ്പോട്ട് പോകുന്ന പലരും ഉണ്ട്. അപ്പോൾ അതിലൊരാളായിരിക്കാം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും. മനസ്സിലായോ? അപ്പോൾ അത് തേർഡ് പാർട്ടിയോട് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഒരു പൊട്ടത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അത് അവർക്ക് അറിയുകയും ചെയ്യാം. അത് അവർ മുതലെടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇവർ വളരെ പ്ലാനിങ്ങോട് കൂടിയാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്. ഇവർ സീരിയസ് ആണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാനുള്ള സീരിയസ് അല്ല, പക്ഷെ ലൈഫ് ലോങ് ഈ റിലേഷൻഷിപ്പ് വേണം എന്ന് തന്നെയാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്.
ഓക്കെ, ഇവിടെ എംപറർ കാണിക്കുന്നുണ്ട്, അവർ എംപ്രസ് ആണ്. ആ എനർജിയാണ് അവർക്ക്. നിങ്ങളുടെ പേഴ്സൺ എംപറർ ആണ്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അവരാണ് നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു മൂവ്മെൻ്റ് ഉള്ള, എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉള്ള, എപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണിത്. വളരെ സീരിയസ് ആണ് ഇവരെ. ഒരു തരത്തിലും ഡിസ്കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നേരി സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്ന ഒരു റിലേഷൻഷിപ്പാണിത് കേട്ടോ. കൂടുതലും അവരോട് സംസാരിക്കുക, അവരോട് യാത്ര പോകുന്നുണ്ടോ, അവർ കോണ്ടാക്റ്റ് ഉണ്ടോ എന്നല്ല, മൊബൈലിലൊക്കെ അവർ ഫോൺ ചെയ്യുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. ആ ഒരു കോൺസ്റ്റൻറ്റ് കോണ്ടാക്റ്റ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണും അവരുമായിട്ട്. അപ്പോൾ ഇതൊരു സീരിയസ് റിലേഷൻഷിപ്പാണിത്. എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിക്കുമോ? എന്തെങ്കിലും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകുന്നു? ഇതൊരു വലിയ ഹാർട്ട് ബ്രേക്കിൽ പോകും. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി ഉപേക്ഷിച്ചാൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജിയിലേക്ക് പോകും. അതൊരു ഭയങ്കര തലവേദനയാവും. ഇവിടെ നോ എന്ന കാർഡ് പക്ഷെ റിവേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ റിവേഴ്സ് വരുമ്പോൾ അത് യെസ്. അപ്പം മനസ്സില്ലാ മനസ്സോടെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇവിടെ പക്ഷെ നോ വന്നിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ എന്തെങ്കിലും ഒരു തരത്തിൽ ഇവർ രണ്ടുപേരും വേണ്ട, റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച് വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ വലിയൊരു പ്രശ്നമാണ് ഇവർ രണ്ടുപേരുടെയും ലൈഫിൽ വരാൻ പോകുന്നത്. അതപ്പോൾ ഈസി ആയിട്ട് രണ്ടുപേരും തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോകില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും മാത്രമേ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ച് പോവുള്ളൂ. തൽക്കാലത്തേക്ക് അത് പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവർ കമ്മ്യൂണിക്കേഷൻ നിർത്തില്ല. എന്നാലും ഇവിടെ ക്വീൻ ഓഫ് കപ്സ് ഇവിടെ കണ്ടു. നമ്മൾ ലാസ്റ്റ് കാർഡ് ക്വീൻ ഓഫ് കപ്സ് ആണ് കണ്ടത്. ഇവർ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. ഒരു എംപറസിനെ കണ്ടു, എംപററെ കണ്ടു. അപ്പോൾ ഇവർ തമ്മിൽ ഭയങ്കര സ്ട്രോങ് കണക്ഷനാണ്. ഇത് അവരറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ വിധി രണ്ടുപേരെയും ഒരുമിച്ച് കൊണ്ടുവന്നതായിരിക്കാം കേട്ടോ. പക്ഷെ എന്നാലും രണ്ടുപേരും വേറെ ആളുകളായിട്ട് വിവാഹം കഴിച്ചവരാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവരിലുണ്ട്. അപ്പോൾ ഒരു ഡിവോഴ്സിലേക്ക് പോയിട്ട് രണ്ടുപേരും കൂടെ ഒരുമിക്കാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ഇത് മാക്സിമം പോകുന്നത്രയും പോകട്ടെ എന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഈ അടുത്തൊന്നും ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആവാൻ ഇട വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മിക്കവാറും ഇത് ഒരാളുടെ മരണത്തിൽ നിന്നായിരിക്കും. മരണ സമയത്ത് മാത്രമേ അവർ തമ്മിലൊരു സെപ്പറേഷൻ വരാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ അതുവരെ ഇവർ തമ്മിൽ സെപ്പറേഷൻ ഉണ്ടാവില്ല. അങ്ങനെയാണ് കാണിക്കുന്നത്. ഏതെങ്കിലും ഒരാൾ പോയി കഴിയുമ്പോഴേ മറ്റേയാൾ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കുള്ളൂ. അങ്ങനത്തെ ഒരു കണക്ഷനാണിത്. അപ്പം ഇതാണ് ഫസ്റ്റ് കാർഡിൻ്റെ റീഡിങ്. സ്ട്രോങ് ആയിട്ട് കണ്ട കാർഡ്സ് ഞാൻ പറഞ്ഞു. ക്യാൻസർ, ഏരീസ്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബാക്കി ഞാൻ കാർഡ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതുകൊണ്ടാണ് നിങ്ങളോട് ഈ ഒരു ജപം ജപിക്കണം എന്ന് പറഞ്ഞത്. ഇത് ഹിന്ദുക്കൾ ജപിക്കുന്നതാണ്. നിങ്ങൾ എന്താണ് മറ്റു വിശ്വാസികൾ എന്താണ് ജപിക്കുകയെന്ന് ഉള്ളത് മീൻസ് മനസ്സിന് ഒരു സ്ട്രെങ്ത് കിട്ടാനും മനസ്സിന് ശാന്തത കിട്ടാനും ക്ലാരിറ്റി കിട്ടാനൊക്കെ എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ചെയ്യുന്നതാണ് നല്ലതാണ്. കാരണം ഇവിടെ ഒരു പോസിബിലിറ്റി കാണുന്നില്ല തേർഡ് പാർട്ടി എപ്പോഴെങ്കിലും നിങ്ങളുടെ പേഴ്സണെ ഒഴിഞ്ഞു പോകുന്നതായിട്ട് കേട്ടോ. അതുകൊണ്ട് അപ്പം നമ്മളിനി രണ്ടാമത്തെ റീഡിങ്ങിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ റീഡിങ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഈ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിട്ടാണ്. തേർഡ് പാർട്ടി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് വന്നത് അതാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ.
ഒരു കാർഡാണ് ഇവിടെ വീണിട്ടുള്ളത്. ഇത് ഡംറു ആണ്. ചേഞ്ച്. Prepare yourself for the imminent winds of change, knowing that it may bring both favorable and unfavorable outcomes, but it is an inescapable reality. അപ്പോൾ ഇതെന്താ പറയുന്നത് വെച്ചാൽ, ഇത് ഒരു ചേഞ്ച്, വലിയൊരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ആ ചേഞ്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലതിനാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കത് അത്ര നല്ലതിനായിരിക്കില്ല. പക്ഷേ എന്ത് ആണെങ്കിലും ഈ ചേഞ്ചിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ, റിലേഷൻഷിപ്പിലേക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതൊന്ന് നോക്കാം. തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ അവർ ഏത് സിറ്റുവേഷനിലാണെന്നാണ് നമ്മൾ നോക്കുന്നത്. നൈറ്റ് ഓഫ് കപ്സ്. അവർ ആ സമയത്ത് ഒരു റിലേഷൻഷിപ്പ് അന്വേഷിച്ച് നടക്കുകയായിരുന്നിരിക്കാം തേർഡ് പാർട്ടി. അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. ഇതൊരു റൊമാൻറ്റിക് എനർജിയാണ്. ചിലർ റൊമാൻറ്റിക് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഫാൻറ്റസി വേൾഡാണ് റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. റൊമാൻസും പ്രാക്ടിക്കാലിറ്റിയും കൂടെ കൂടുമ്പോൾ അത് അത്ര വലിയ റൊമാൻറ്റിക് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. കണ്ണും കണ്ണും നോക്കിയിരിക്കുക, മനസ്സിലായി, അതൊക്കെ ഭയങ്കര റൊമാൻറ്റിക്, അതൊക്കെ ഒരു ഫാൻറ്റസിയാണ്. അതൊക്കെ കുറേ നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. മരണം വരെ അങ്ങനെ നോക്കിയിരിക്കാൻ പറ്റിയാൽ ഭയങ്കര ഭാഗ്യമാണ്. അങ്ങനെയൊക്കെ കാണുന്നത് വളരെ കുറവാണ്. എന്തായാലും ഇത് അങ്ങനത്തെ ഒരു എനർജിയാണ്. കാരണം റൊമാൻസിനെ കുറിച്ച് ഇങ്ങനെയുള്ളവർ എന്താ പ്രശ്നം എന്നറിയാമോ, അവർ ലവ് എന്ന് പറഞ്ഞാൽ പലർക്കും ലവ് പല തരത്തിലായിരിക്കും. മനസ്സിലായോ? നമ്മളുടെ കാഴ്ചപ്പാട് പലതരത്തിലായിരിക്കും. പക്ഷേ ലവിനെ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്, സ്നേഹം എന്ന വികാരത്തിനെ തന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ ഒരു മായാ ലോകത്ത് ജീവിക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു എനർജിയാണിത്. അപ്പോൾ ഇവര് നമ്മൾ എന്ത് തിരിച്ചു കൊടുക്കുന്നു എന്നല്ല, ഇവരെന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു, ഇവർക്ക് എന്താണ് വേണ്ടത്, അത് നിങ്ങൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ അത് നിങ്ങൾ കൊടുക്കുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഈ ആൾക്കാർ. ഇവരെ കുറച്ച് പേടിക്കണം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടി ഈ ഒരു സിറ്റുവേഷനിലാണ്, ഈ ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് തേർഡ് പാർട്ടി വരുമ്പോൾ കണ്ണടച്ച് എനിക്ക് ആരെങ്കിലും, ചിലർ പറയാണ്ട് എന്നെയും ആരെങ്കിലും സ്നേഹിക്കണ്ടേ എന്ന് പറയും. ഈ സ്നേഹം എന്താണ് മനസ്സിലായോ? അത് മനസ്സിലാക്കാത്തവരാണ് എന്നെയും ആരെങ്കിലും സ്നേഹിക്കണ്ടേ എന്ന് പറയുന്നത്. അതിൻ്റെ പുറകെ, സ്നേഹത്തിൻ്റെ പുറകെ ഓടുന്നവർ, അപ്പോൾ എല്ലാം അടിയറ വെക്കുന്നവർ, പക്ഷെ എപ്പോഴും ത്യജിക്കപ്പെടുന്നവരാണ് ഈ എനർജീസ് തേർഡ് പാർട്ടി. അപ്പോൾ അതാണ് ഈ തേർഡ് പാർട്ടിയുടെ ഒരു പ്രശ്നം. തേർഡ് പാർട്ടി അന്ധമായിട്ട് സ്നേഹത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്, ആയിരുന്നു ആ സമയത്ത്. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ തേർഡ് പാർട്ടി ഒരു ലവ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സാറ്റിസ്ഫൈഡ് ആവും. അല്ല, അതിനകത്തും അവർ കിട്ടുന്നത് വരെയുള്ള ഒരു സന്തോഷമുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ അതും അവർക്ക് ബോറടിയാവും. പിന്നെ വേറെ റിലേഷൻഷിപ്പിൻ്റെ പുറകിലേക്ക് പോകും. കാരണം ഇവർക്ക് ആ സമയം നിബന്ധമായ ഒരു അതാണ് സ്നേഹം. ആ ഒരു എന്താ പറയുക, ഒരു നൈമിഷികമായ കാര്യമാണ് സ്നേഹം. അതുകൊണ്ടാണ് സ്നേഹം ആശിക്കുന്ന കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ സൂക്ഷിക്കണമെന്ന് അറിയില്ല. അതുമല്ല, അതിൽ കുറവുകൾ കണ്ടെത്തും. അപ്പം ഇതല്ല, ഞാൻ എൻ്റെ ജഗതി ശ്രീകുമാർ ആ സിനിമ പറയുന്നത് എൻ്റെ ഗർഭം ഇതല്ല എന്ന് പറയുന്ന പോലെ എൻ്റെ സ്നേഹം ഇതല്ല. സ്നേഹിക്കുന്ന ആൾ കുറേ നാൾ നമുക്ക് ഒരാളോട് ക്രഷ് വന്നു, അവസാനം അയാളോട് സംസാരിച്ചു, അയാൾക്ക് നമ്മളോട് ഇഷ്ടമാണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഓ ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത്. മനസ്സിലായി? ഇവർക്ക് സ്നേഹത്തിൻ്റെ പുറകെ ഓടാനാണ് ഇഷ്ടം. കിട്ടിക്കഴിയുമ്പോൾ അതിന് വിലയില്ല, അല്ലെങ്കിൽ ഇതല്ല എനിക്ക് വേണ്ടിയിരുന്നത് എന്ന ഒരു നിരാശ വരുന്ന ഒരു എനർജിയാണിത്. വളരെ സൂക്ഷിക്കേണ്ട എനർജിയാണ്. ഓക്കെ, 2 ഓഫ് പെൻറ്റിക്കിൾസ് റിവേഴ്സ് ആണ്. ചോയ്സ് എടുക്കാൻ പറ്റാത്തൊരു എനർജി. ഏത് വേണം, ഇത് വേണോ അത് വേണോ എന്ന് തീരുമാനിക്കാൻ പറ്റാത്തൊരു എനർജിയാണ്. അതുപോലെ തന്നെ ഓവർ റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു എനർജിയാണ്. മനസ്സിലായെന്ന് വെച്ചാൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഏത് ചൂസ് ചെയ്യണം എന്നറിയില്ല. അങ്ങനത്തെ ഒരു എനർജിയാണ്. വിവാഹം കഴിച്ചതായിരിക്കാം, പക്ഷെ ഹസ്ബൻഡിനോടോ വൈഫിനോടോ സാറ്റിസ്ഫൈഡ് അല്ല, ഹാപ്പി അല്ല, ഇതല്ല എനിക്ക് വേണ്ടത്. ചിലപ്പോൾ ലവ് മാരേജ് ആയിരിക്കാം, പക്ഷെ എന്നാലും വിവാഹം കഴിച്ചപ്പോൾ അവരല്ല, ഞാൻ സ്നേഹിച്ച ആളിങ്ങനെ അല്ലായിരുന്നു, ഇപ്പോൾ വേറെ സ്വഭാവം കാണിക്കുന്നതല്ല എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് അതൊരു സൈഡിലാക്കിയിട്ട് പിന്നെ വേറെ സ്നേഹം അന്വേഷിച്ച് പോകുന്ന ഒരു എനർജിയും കൂടിയായിട്ട് അത് കാണിക്കുന്നത്. അതാണ് പ്രയോറിറ്റീസ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കുട്ടികളുണ്ടാവാം, ഭർത്താവ് ഉണ്ടാവാം, ഭാര്യ ഉണ്ടാവാം. പിന്നെ ഫാദർ ഓഫ് പെൻറ്റക്കിൾസ്. ഫാദർ ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പണമുണ്ട്. മനസ്സിലായോ? അപ്പോൾ പണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ലൈഫിലുള്ള ആൾ പണം മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എപ്പോഴും ബിസി ആയിട്ടിരിക്കുന്ന, ഓഫീസിൽ തന്നെ കിടപ്പാവുന്ന ഒരു
ഹസ്ബൻഡോ വൈഫോ ഇവർക്ക് ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് ഇവർ പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു സൈഡിലേക്ക് മാറുമ്പോൾ സ്നേഹം അല്ലെങ്കിൽ ഇമോഷണൽ സപ്പോർട്ട് കിട്ടാതെ വരുന്നപ്പോൾ തേർഡ് പാർട്ടി വേറെ സ്നേഹം അന്വേഷിച്ച് പോയി എന്നും ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്, എർത്ത് സൈൻ ആണത്. അപ്പോൾ നമുക്കിത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണ്? തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അന്വേഷിച്ച് നടക്കുകയായിരുന്നു, അത് വേറെ കാര്യം. അപ്പോൾ ലൈഫിലുള്ള ആളുമായിട്ട് ഇവർ സാറ്റിസ്ഫൈഡ് അല്ല, അതുകൊണ്ടാണ് ഇവർ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് കയറുന്നത്. എന്താണ് കാരണം? എന്ത് കണ്ടിട്ടാണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ സംസാരമാണോ? എങ്ങനെയാണ് ഇവർ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് കയറിയത്? അങ്ങോട്ട് തലമുട്ടി അങ്ങനെ വീഴാൻ പാടില്ല. ഓക്കെ, ഓക്കെ. ഒരു സിനിമയിൽ ഒരാൾ പറയും ഇങ്ങനെ, എന്താ പറയുക, ബിസിനസ്സിൻ്റെ പുറകെ ഓടി നടക്കുന്ന അച്ഛൻ, പാർട്ടികൾക്ക് നടക്കുന്ന അമ്മ, എൻ്റെ കാര്യം നോക്കാൻ ആർക്കും സമയമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ഭാര്യയോ ഭർത്താവാണ് സംസാരിക്കാൻ പോകുന്നത്. തേർഡ് പാർട്ടി ആരുടെയോ ഭാര്യയോ ഭർത്താവാണ്. അപ്പോൾ ഈ തേർഡ് പാർട്ടി പണത്തിൻ്റെ പുറകെ നടക്കുന്ന ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അടുത്തുനിന്ന് സ്നേഹമോ ഇമോഷണൽ സപ്പോർട്ടോ കിട്ടാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ, ആരെങ്കിലും എന്നെയും സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആണ് നിങ്ങളുടെ പേഴ്സണ്, ഈ തേർഡ് പാർട്ടി, അവരുടെ ഹസ്ബൻഡോ വൈഫോ കൊടുക്കുന്ന ഒരു പാർട്ടി, എന്തെങ്കിലും കമ്പനിയുടെ ഉദ്ഘാടനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തോ ഒരു പാർട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തിനെങ്കിലും ഉദ്ഘാടനത്തിൻ്റെ സമയത്തായിരിക്കാം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കാണുന്നത് കേട്ടോ. കാരണം ഇവിടെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വഴിയാണ് നിങ്ങളുടെ പേഴ്സണെ പരിചയപ്പെടുന്നത് കേട്ടോ. ഇവർ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആണെങ്കിലും, കാരണം ഇവർക്ക് ഒരു വിക്ടിം മെൻറ്റാലിറ്റിയാണ്, മനസ്സിലായ? സ്നേഹം നമ്മൾ തന്നെ കണ്ടുപിടിക്കണം, നമ്മളുടെ ഉള്ളിലാണ് സ്നേഹം, പുറത്തല്ല. അപ്പോൾ ഇവർ പുറത്ത് സ്നേഹം അന്വേഷിച്ച് കിടക്കുന്ന ഒരു എനർജിയാണ്. അങ്ങനെ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫ്രണ്ട്സ് വഴി എന്തോ ആണ് ഇവർ നിങ്ങളുടെ പേഴ്സണുമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും പണത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ അതേ എനർജി നിങ്ങളുടെ പേഴ്സണിലും അവർ കണ്ടു. നിങ്ങളുടെ പേഴ്സണും ഇതുപോലെ തന്നെ, ഇത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തേർഡ് പാർട്ടിയുടെ എനർജിയിലുള്ള അവരുടെ റിലേഷൻഷിപ്പിലുള്ള ആളും കിങ് ഓഫ് പെൻറ്റക്കിൾസ് തന്നെ. അപ്പം അവർ രണ്ടുപേരും ഏകദേശം ഒരേ സ്വഭാവമുള്ള രണ്ട് പേരാണ്. അപ്പോൾ അതും നിങ്ങളുടെ തേർഡ് പാർട്ടിയെ നിങ്ങളുടെ പേഴ്സൺ അവരിലേക്ക് അട്രാക്ട് ചെയ്തു, മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇത് റെസിസ്റ്റ് ചെയ്തായിരുന്നു, ഇവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ. കാരണം ഇവരെ കണ്ടപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിൽ ഇൻട്രസ്റ്റ് എടുത്തില്ല, മനസ്സിലായോ? കാരണം നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫുമായിട്ടുള്ള ജീവിതം നിങ്ങളുടെ പേഴ്സണിൽ കൂടെ അവർ ജീവിക്കാനാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണോടുള്ള ഇവരുടെ അട്രാക്ഷൻ അവരുടെ പേഴ്സണോട് തന്നെയുള്ള അട്രാക്ഷനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? തേർഡ് പാർട്ടിയുടെ ഹസ്ബൻഡോ വൈഫോ അവരിൽ നിന്ന് കിട്ടാത്ത ഇമോഷണൽ സപ്പോർട്ട് നിങ്ങളുടെ പേഴ്സണും അതേ സ്വഭാവമായതുകൊണ്ട് അവിടെ നിന്ന് എന്ത് സ്നേഹമാണ് അവർക്ക് കിട്ടാത്തത്, ആ സ്നേഹം ഇവർ ഇവിടെ നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന്. അല്ലാതെ നിങ്ങളുടെ പേഴ്സണോട് ഇവർക്ക് അട്രാക്ഷൻ ഒന്നുമില്ല, ഫിസിക്കൽ അട്രാക്ഷൻ ഒന്നുമില്ല. ഒരു ബാലൻസ് ചെയ്യുന്ന പോലെ. നമ്മളാരെങ്കിലും ഉപദ്രവിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പണ്ട് നമ്മളാരെങ്കിലും ചീറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത റിലേഷൻഷിപ്പിൽ അവരെ ചീറ്റ് ചെയ്ത് ആ പകവരം വീട്ടിൽ ചിലർ അങ്ങനെയുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് തേർഡ് പാർട്ടി. അങ്ങനത്തെ ഒരു സ്വഭാവം, അവർ വളരെ സില്ലി ആയിട്ടുള്ള ഒരു എനർജിയാണ്. പ്രശ്നങ്ങളെ അവർ സോൾവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പ്രതികാരം ചെയ്യുന്നത് വേറെ തരത്തിലാണ്. കുറ്റം ചെയ്യുന്ന ആൾക്കല്ല പ്രതികാരം കിട്ടുന്നത്, വേറൊരു വഴിക്ക്. അങ്ങനത്തെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. വളരെ സില്ലി ആയിട്ടുള്ള ഒരു എനർജിയാണ് തേർഡ് പാർട്ടി കേട്ടോ. വളരെ ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന, ഒട്ടും പ്രാക്ടിക്കൽ അല്ലാതെ വെറുതെ ഇങ്ങനെ ഒരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു മായാലോകത്താണ്. തേർഡ് പാർട്ടി എന്താണ് ചെയ്യുന്നതെന്ന് തേർഡ് പാർട്ടിക്ക് തന്നെ അറിയില്ല, മനസ്സിലാവുണ്ടോ? പിന്നെയും ഹെർമിറ്റ് വരുന്നുണ്ട്. ഇത് വെർഗോ സോഡിയാക് സൈൻ ആണ്. അപ്പോൾ ഇവർ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. ടെമ്പറൻസ്, ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യണവർ. അപ്പോൾ ഇവർക്ക് നഷ്ടപ്പെട്ട ആ റിലേഷൻഷിപ്പിലെ ഹാപ്പിനെസ് അവർ നിങ്ങളുടെ പേഴ്സണൽ കൂടെ തിരിച്ചു പിടിക്കാനാണ് നോക്കുന്നത്.
ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നവർ. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ സ്നേഹത്തിനെയാണ് സ്നേഹിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഭയങ്കര സ്നേഹമായിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന് നിങ്ങൾ അവരുടെ ഫ്രണ്ട്സ് വഴി ഇവരറിയാൻ ഇടവന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് എനിക്കും വേണം സ്നേഹം എന്ന് വിചാരിച്ചിട്ടും കൂടി ആയിരിക്കണം തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലേക്ക് വന്നേക്കുന്നത്. അപ്പോൾ കാരണം ഇവർക്ക് അവിടെ നിന്ന് സ്നേഹം കിട്ടുന്നില്ല, അതാണ് അവരപ്പോൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് അന്വേഷിച്ച് നടക്കുക. അവർക്ക് സ്നേഹമാണ് മെയിനായിട്ട്, മനസ്സിലായി? ഇവർ സ്നേഹത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങാനാണ് അവർ നിങ്ങളുടെ പേഴ്സണൽ ഒരു ബാലൻസ് കൊണ്ടുവരിക. അവരുടെ ലൈഫിൽ പൈസയുണ്ട്, എല്ലാം ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ ഇല്ലാത്തൊരു കാര്യം സ്നേഹമാണ്. അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ പുറകെ അവർ നടന്നത്. അതിനാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങി. അപ്പം നിങ്ങളുടെ പേഴ്സൺ ഇവർ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ളവരോട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് അറിഞ്ഞ് അവരോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതിശയിച്ചിട്ടുണ്ടാവും ഇത്രയും കാര്യങ്ങൾ ഇവർക്ക് തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എങ്ങനെ അറിയാമെന്ന്, മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സണെ ഇവർ വശത്താക്കുന്നത്. മീൻസ് നമ്മൾക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ നമ്മുടെ അടുത്ത് വന്നിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അന്തം വിടും. ഇതെങ്ങനെ ഇവർക്ക് അറിയണം? വേറൊരു രസം അതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഇവർ ഇത്രയും സമയം എടുത്തില്ലേ എന്നെക്കുറിച്ച് അറിയാൻ, ഇവർ ഇത്രയും പാടുപെട്ടു അല്ലേ? അത് നമ്മൾക്ക് ചിലപ്പോൾ ചില സമയത്ത് നമുക്കൊന്ന് അയ്യോ, അപ്പോൾ അവർക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണല്ലോ ഇത്രയും സമയം അവർ സ്പെൻഡ് ചെയ്തത് എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടി. അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടി നിങ്ങളുമായിട്ട് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം. ഇവർ സീരിയസ് ആണോ? ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവർ സീരിയസ് ആണോ? നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇവർ നിങ്ങൾ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറയുന്നുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവർക്ക് ഒരു എന്താ പറയുക, അത്താണിയാണ് നിങ്ങളുടെ പേഴ്സൺ. അവിടെ നിന്ന് കിട്ടാത്ത സ്നേഹം നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരിത് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്തത്. അപ്പോൾ ഇവർ സീരിയസ് ആണ് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സീരിയസ്. ഇപ്പോൾ അവർ അത്ര വലിയ അൺഹാപ്പി അല്ല. ഇപ്പോൾ ഒരു വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ആവശ്യമുള്ളത് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ എല്ലാം നെഗറ്റീവ് കാർഡാണ് വന്നത്. ഇവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണായിട്ട്. അവർക്കൊരു കുറ്റബോധവും ഇല്ല. നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പ് വെച്ചേക്കുന്നതിൽ അവർക്ക് കുറ്റബോധമില്ല, മനസ്സിലായി? ഇത് കുറേ നാൾ ലാസ്റ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഇവർ വിചാരിക്കുന്നത്. അപ്പോൾ അവരുടെ ഡിസപ്പോയിൻമെൻ്റ് എല്ലാം മാറി. അവർക്കിപ്പോൾ നിരാശയൊന്നുമില്ല. ഇപ്പോൾ ജീവിതത്തിനോട് ജീവിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളുടെ പേഴ്സണോട് ഇവരെ പ്രശ്നങ്ങളെല്ലാം പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരെ അറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. അവരുടെ കാര്യങ്ങൾ മുഴുവൻ കേട്ടിട്ട് അവരോട് എന്താണ് ചെയ്യേണ്ടതെന്നെല്ലാം അഡ്വൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിൻ്റെ റിലേഷൻഷിപ്പ് ഇരിക്കുന്നതിൽ അവർക്കൊരു എന്താ പറയുക, ഒരു കുറ്റബോധവും ഇല്ല കേട്ടോ. ഈ റിലേഷൻഷിപ്പിൽ വന്നത് നന്നായി എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇവർ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്തെങ്കിലും വേണ്ടാന്ന് വെക്കുമോ നോക്കാം. നോ റിവേഴ്സ് ആണ് കാണിക്കുന്നത്. നോ ആണ് വന്നേക്കുന്നത്, പക്ഷെ റിവേഴ്സ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇവർക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തൽക്കാലത്തേക്ക് ഇവർ ഇത് നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഫോർ എവർ റിലേഷൻഷിപ്പ് അല്ല, മനസ്സിലായ? പക്ഷേ ഇവർക്ക് ഇപ്പം പേടിയില്ല. പണ്ട് അവർക്ക് ഒറ്റപ്പെടുന്നത് ഒരു പേടിയായിരുന്നു. ആരുമില്ല, ആരോട് സംസാരിക്കാനില്ല, ആരും മനസ്സിലാക്കാനില്ല, കൂട്ടത്തിലുള്ളവർ പോലും സ്നേഹം കൊടുക്കുന്നില്ല എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതെല്ലാം മാറിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അവർ അബാൻഡൻ ചെയ്യും നിങ്ങളുടെ പേഴ്സണെ. 5 of Pentacles കാണിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് വേണ്ടാന്ന് വെക്കും. പക്ഷേ ഇപ്പോൾ അവർ ആ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടെങ്കിലും അവരതിനെ റെസിസ്റ്റ് ചെയ്യാണ്. അവർ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തൽക്കാലത്തേക്ക്. കാരണം ഇവർക്ക് നിങ്ങളുടെ പേഴ്സണിലൂടെ വളരെയധികം മനസ്സമാധാനം കിട്ടുന്നുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. നോക്കട്ടെ, റൈറ്റ് ഓഫ് പെന്റക്കിൾസ്. വളരെ സ്ലോ ആയിട്ടാണ് ഇവർ കാര്യങ്ങൾ എടുക്കുന്നത്. എടുത്തു ചാടി ഡിസിഷൻ ഒന്നും എടുക്കാത്ത തേർഡ് പാർട്ടി എനർജിയാണ് തേർഡ് പാർട്ടി. വളരെ ആലോചിച്ച് മാത്രം എടുക്കുന്ന സിറ്റുവേഷനാണ്. ഇവർ തേർഡ് പാർട്ടി ആണെന്ന് ഇവർക്ക് അറിയാം, മനസ്സിലായി. ഇവരുടെ നിങ്ങളുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടിയുടെ സ്ഥാനമാണ് അവർക്കുള്ളതെന്ന് അവർക്കറിയാം. പക്ഷേ കുഴപ്പമില്ല എന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഒരു തൽക്കാലത്തേക്ക് അവർ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഈക്വൽ ഷെയറിംഗ് ആണ് നടക്കുന്നത്. വെച്ചാൽ നിങ്ങളുടെ അവർ കൊടുക്കുന്നതേ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നുള്ളൂ, നിങ്ങളുടെ പേഴ്സൺ കൊടുക്കുന്നതേ അവരെടുക്കുന്നുള്ളൂ. അവർ അത്യാഗ്രഹം കാണിക്കുന്നില്ല ഇവിടെ. ഇപ്പം നിങ്ങളുടെ പേഴ്സൺ എൻ്റെ അടുത്ത് നിന്ന് പൈസ പിടുങ്ങണം, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ 24 മണിക്കൂറും ഇവർക്ക് വേണം എന്നൊന്നും ഇവർക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവർ പോകുന്നത്. എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഷെയറിങ് ആണ്. ഷെയറിങ് ആൻഡ് കെയറിങ് എന്ന് പറയില്ലേ, അതാണ് റിലേഷൻഷിപ്പ്. അപ്പോൾ ഇവർക്ക് ഒരു മനസമാധാനമുണ്ട് നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ലൈഫിൽ നിൽക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ തൽക്കാലത്തേക്ക് അവർക്കറിയാം അവർ തേർഡ് പാർട്ടി ആണ്. ഒരിക്കലും ഒരു വൈഫിൻ്റെ പരിഗണനയോ ഹസ്ബൻഡിൻ്റെ പരിഗണനയോ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കിട്ടില്ല എന്നറിയാം. അത് അണ്ടർസ്റ്റാൻഡിങ് ആണ് അവർ തമ്മിലുള്ള. അപ്പോൾ പക്ഷേ ഈ സിറ്റുവേഷനിൽ അവർക്ക് പ്രശ്നമില്ല, അവർ ഹാപ്പിയാണ്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തൊന്നും ഇവർ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പോകുന്നത്രയും പൊക്കോട്ടെ എന്നാണ് അവർ വിചാരിക്കുന്നത്. അക്വാരിയസ്, ക്യാൻസർ, സ്കോർപിയോ, അക്വാരിയസ്, സ്കോർപിയോ, സാജിറ്റേറിയസ്, വെർഗോ, പൈസീസ്, സാജിറ്റേറിയസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിൽ ചേഞ്ച് വരാൻ പോകുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ തേർഡ് പാർട്ടിയെ കുറിച്ച് അറിയില്ലായിരിക്കാം, സംശയമുണ്ട്, പക്ഷെ ക്ലാരിറ്റി ഇല്ലായിരിക്കാം. അപ്പോൾ എന്തായാലും ഈ തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്, മേജറായിട്ടുള്ളൊരു ചേഞ്ച്. ഓക്കെ, ലാസ്റ്റ് റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി എന്ത് കാരണം കൊണ്ടാണ് റിലേഷൻഷിപ്പ് തുടങ്ങിയത്, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, കാർഡാണ് വന്നത്, ബ്ലെസ്സിങ്സ് ഓഫ് ശിവ, ഗുഡ് ഫോർച്യൂൺ. അപ്പം നിങ്ങൾ വളരെ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഒരാളാണെന്നാണ് പറയുന്നത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ കണ്ണിൽ കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം പിരുകത്തിൽ കൊണ്ട് മാറുക എന്ന് പറയും. അങ്ങനത്തെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അപ്പോൾ പല പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും ദൈവം, അപ്പോൾ ഇപ്പം നിങ്ങൾ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എത്ര മാരകമായ സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ എങ്കിലും ഇതിലും വലുതാണ് വരാനിരുന്നത്. പക്ഷെ ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ട് അതിങ്ങനെ കുറവായിട്ടാണ് നിങ്ങളെ എഫക്റ്റ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ മാരകമാണ്, പക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ ഫുള്ളായിട്ടുള്ള ആ ഒരു എഫക്റ്റ് വരുന്നില്ല. ദൈവം അത് തള്ളി മാറ്റുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുകയാണ് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിനോട് വഴക്കടിക്കുകയോ ഏതു നേരവും നെഗറ്റീവ് ചിന്തിക്കുകയോ അല്ല വേണ്ടത്. കാരണം ദൈവാനുഗ്രഹമുള്ളവർക്ക് ദൈവം പ്രശ്നങ്ങളുണ്ടെങ്കിലും, വളരെയധികം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ തള്ളി മാറ്റി ഏറ്റവും കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എന്നാലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവം ഇങ്ങനെ ഉള്ളം കയ്യിൽ വെച്ചിട്ട്
ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പതുക്കെ പതുക്കെ മാറ്റിയാണ് കൊണ്ടു നടക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കണം. ദൈവാനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു? പിന്നെ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ എങ്ങനെയാണ് പെരുമാറുന്നത്, അതല്ല ദൈവാനുഗ്രഹം. മനസ്സിലായോ? അത് മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ റിലേഷൻഷിപ്പിലല്ല ഇമ്പോർട്ടൻറ്റ്, അതല്ല നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതൊരു ജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. വിവാഹം അല്ലെങ്കിൽ സ്നേഹം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു പോർഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. അതും കൂടെ മനസ്സിലാവുന്നുണ്ടോ എന്തോ എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു? തേർഡ് പാർട്ടി ഒരു സ്റ്റുഡൻ്റ് ആണോ? തേർഡ് പാർട്ടിക്ക് ആരോ ഒരു ഓഫർ കൊടുത്തതാണോ? തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് നിങ്ങളുടെ പേഴ്സൺ ആണോ ചെന്ന് കയറിയത്? പേജ് ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടി ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഇവർക്ക് ഇതിനു മുമ്പ് റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ആദ്യമായിട്ടായിരിക്കാം അവരുടെ ജീവിതത്തിലേക്ക് ഒരാൾ വരുന്നത്. ഇതൊരു യങ് എനർജി ആവാനും ചാൻസ് ഉണ്ട് തേർഡ് പാർട്ടി. അപ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരാളോട് അവർക്കൊരു ക്രഷ് തോന്നിയത്, നിങ്ങളുടെ പേഴ്സണോട് തോന്നിയ ക്രഷ്, ആ സമയത്ത് അവർക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല. അപ്പോൾ അവരത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സ്നേഹം എന്താണ്, റിലേഷൻഷിപ്പ് എന്താണ്, മനസ്സിലായി? ഒരാളുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നിങ്ങളുടെ തേർഡ് പാർട്ടി ആ സമയത്ത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരിക്കാൻ വഴിയുണ്ട് തേർഡ് പാർട്ടിയുടെ. നിങ്ങളുടെ പേഴ്സൺ പ്രൊഫസറോ ടീച്ചറോ എന്തെങ്കിലും ട്രെയിനറോ ട്യൂഷൻ എടുക്കുന്ന ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോച്ചിങ് കൊടുക്കുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഒരു സ്റ്റുഡൻറ്റിനോട് പഠിക്കാൻ വന്ന ആൾ പോലെയാണ് തേർഡ് പാർട്ടിയെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി ശരിക്കും ഈ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കും തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുത്തത് റിലേഷൻഷിപ്പിൻ്റെ. തേർഡ് പാർട്ടി അത് മറിച്ചും തിരിച്ചുമിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നു ആ റിലേഷൻഷിപ്പിൽ ഇത് വേണോ വേണ്ടയോ എന്ന്, നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഇവിടെ ഒരു ഹെയറോഫാൻറ്റ് കാണിക്കുന്നുണ്ട്. ഹെയറോഫാൻറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ട്രഡീഷണലായ ഒരാളാണ് തേർഡ് പാർട്ടി. ഹെയറോഫാൻറ്റ് എന്നുള്ള വിവാഹം കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡോട്ടർ ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഡോട്ടർ ഓഫ് കപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇമോഷണലി ഭയങ്കര ഇമ്മച്യൂർഡായ, ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി പുതിയതായിട്ട് വിവാഹം കഴിച്ച് വന്ന ഒരാളായിരിക്കും. ആ സ്ഥലത്ത് ഉള്ള ആളായിരുന്നില്ല. വിവാഹശേഷം അങ്ങോട്ട് പറിച്ച് നടപ്പെട്ട ഒരാളായിരിക്കും തേർഡ് പാർട്ടി. അപ്പോൾ പുതിയ ലോകം, പുതിയ ആളുകൾ, പുതിയ റിലേഷൻഷിപ്പ്, വിവാഹത്തിന് മുമ്പ് വേറെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലായിരുന്ന ഒരാളാണ് തേർഡ് പാർട്ടി. മനസ്സിലായോ? വളരെ ഇമോഷണലി ഇമ്മച്യൂർഡ് ആണ്, ലോകത്തിനെ കുറിച്ച് അധികം അറിയില്ല. അപ്പോൾ ചിലപ്പോൾ വളരെ സെക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിമോട്ട് ഏരിയ എന്നൊക്കെ വല്ലതും വന്ന ആളായിരിക്കാം തേർഡ് പാർട്ടി. വിവാഹം കൊണ്ട് മൂവ്മെൻറ്റ്, വേറെ സ്ഥലത്തേക്ക് പറിച്ച് നടപ്പെട്ട ഒരാളെ പോലെയാണ് കാണിക്കുന്നത് തേർഡ് പാർട്ടി. ടോറസ് ആണ് ഇത്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണ്? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ള കാരണം എന്താണ്? തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത്, തേർഡ് പാർട്ടി വളരെ ആഗ്രഹിച്ച് മോഹിച്ച്
വിവാഹം കഴിച്ചിട്ട് വളരെ പ്രതീക്ഷയോടെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് കയറിയത്, ഒരു വിവാഹത്തിൽ കയറിയ ഒരാളാണ്. പക്ഷേ അവർ പ്രതീക്ഷിച്ചത്രയും ഒരു ഹാപ്പിനെസ് അവർക്ക് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല. മനസ്സിലായോ? ഇവിടെ ഒരു കിങ് ഓഫ് പെന്റക്കിൾസിനെ കാണിക്കുന്നുണ്ട്. ഇവര് വളരെ ധനികനായ ഒരു എനർജിയാണത്. അപ്പോൾ ചിലപ്പോൾ പൈസയോട് ഇവർ ഈ കോയിനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, ഇവർ ഈ കോയിനാണ് നോക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ പണം വേണം. അപ്പോൾ വിവാഹം കഴിച്ച ആൾക്ക് അത്ര വലിയ ജോലി അല്ലായിരുന്നിരിക്കാം. വളരെ ഇമോഷണലി വളരെ ഇമ്മെച്യൂർഡ് ആയ ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒപ്പം ജോലി എടുക്കുന്ന ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങളുടെ പേഴ്സണാണ് ആ കമ്പനിയുടെ ഉടമ അല്ലെങ്കിൽ ആ ബിസിനസ്സിൻ്റെ ഉടമ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കണ്ണിൽ വലിയൊരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. മനസ്സിലാണോ? തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണ് ഭയങ്കര വില കൊടുക്കുന്നുണ്ട്. കാരണം പണം പിന്നെ ഒരു മിനിറ്റ് പൂച്ചകൾ വെച്ചെടുക്കുന്നുണ്ട് അവിടെ. അങ്ങനെ ഞാൻ ഓടിച്ചിട്ട് വരാം. സോറി കേട്ടോ, അവന്മാർ മൂളാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു സാധനം പറഞ്ഞാൽ ഒച്ചെടുക്കും അവർ. അവന്മാരിവിടെ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണോടൊരു ആരാധനയായിരുന്നു. കാരണം നിങ്ങളുടെ പേഴ്സൺ പ്രായത്തിൽ മുതിർന്നതാണ്, വളരെ ഫേമസ് ആണ് നിങ്ങളുടെ പേഴ്സൺ. അതുപോലെ വളരെ അധികം പണമുണ്ട്, പിന്നെ എല്ലാവരുടെയും ബോസാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ആരാധന നിങ്ങളുടെ പേഴ്സണോട് ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അധികം ശമ്പളം കിട്ടുന്നില്ല. അപ്പോൾ അതിലും കൂടുതലൊക്കെ ശമ്പളം ഉള്ള ഒരാളെ ആണ് ഇവർ സ്വപ്നം കണ്ടിരുന്നത്. പക്ഷെ കല്യാണം കഴിച്ചത് ഇവരെ. അപ്പോൾ വളരെ ഈ പേഴ്സണ് അത്ര വലിയ മെച്യൂരിറ്റി ഇല്ലാത്തൊരു എനർജിയാണ് തേർഡ് പാർട്ടി. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഈ ആരാധന കൊണ്ടിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതാണ് തേർഡ് പാർട്ടി. മനസ്സിലായോ? കാരണം ഇവർക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റിയാണ്. ഇവരുടെ പേഴ്സൺ ഇവർക്കൊരു ഇൻസെക്യൂരിറ്റിയാണ്. കാരണം ആ പേഴ്സൺ അത്ര വലിയ പേരോ പ്രശസ്തിയോ പണമോ ഇല്ല. നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് കുറച്ച് പണം പിടുങ്ങണം എന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് പറഞ്ഞിട്ട് ഇവർ സഹായം എടുക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണ് ഇവർ. അപ്പോൾ ഇവരുടെ പേഴ്സണിൽ നിന്ന് കിട്ടുന്ന പണം ഇവർക്ക് തികയുന്നില്ല കാര്യങ്ങൾക്ക്. മനസ്സിലായോ? അപ്പം നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഇവർ പൈസ മേടിക്കുന്നുണ്ട്. ഇവരുടെ ആഗ്രഹങ്ങൾ ഇപ്പോൾ സാരി വേണമായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കണമായിരിക്കും, അല്ലെങ്കിൽ പാർട്ടി ചെയ്യണമായിരിക്കും, എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും പുതിയ പുതിയ കാര്യങ്ങൾക്ക് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൈസ നിങ്ങളുടെ പേഴ്സണിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതൊരു ഇമ്മെച്യൂർഡ് എനർജി ആയതുകൊണ്ടും പുതിയതായിട്ട് ഇവരുടെ ആ ഒരു ഇതിലേക്ക് സർക്കിളിലേക്ക് വന്നേക്കുന്നതുകൊണ്ടും നിങ്ങളുടെ പേഴ്സണും ക്യാപ്രിക്കോൺ കാണിക്കുന്നുണ്ട് ഇവിടെ. ഡെവൽ എനർജിയാണത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇവർ കൊടുക്കുന്ന അറ്റൻഷൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇവർ നിങ്ങളുടെ പേഴ്സണെ ഭയങ്കര ഏത് നേരവും പൊക്കി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി. ആള് ഭയങ്കര ഇമ്മച്യൂർഡ് ആണെങ്കിലും ഭയങ്കര കള്ളത്തരമുള്ളൊരു എനർജിയാണ് തേർഡ് പാർട്ടി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇവർ ശരിക്കും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇവർ ശരിക്കും പണം പിടുങ്ങുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണിൽ എടുക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അതിനെക്കുറിച്ചിട്ട് ഒരു ബോധവുമില്ല. അതാണ് ഏറ്റവും വലിയ കഷ്ടം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ശുദ്ധതയുള്ള ഒരു എനർജിയാണ്. പക്ഷെ തേർഡ് പാർട്ടി നല്ല സർപ്പ ബുദ്ധിയുള്ള ഒരാളാണ്. ഭയങ്കര സ്മാർട്ടാണ് തേർഡ് പാർട്ടി കേട്ടോ. പ്രായത്തിൽ ചെറുതാണെങ്കിലും ഭയങ്കര സ്മാർട്ടാണ്. ആൾക്കാരെ എങ്ങനെ കുപ്പിയിലിറക്കണം എന്ന് അറിയുന്ന ആളാണ് തേർഡ് പാർട്ടി. നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയെ കുറിച്ച് അത്ര അറിവില്ല. ചെറിയ കുട്ടിയാണ് എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണ്. പക്ഷേ തേർഡ് പാർട്ടി അത് ശരിക്കും മുതലെടുക്കുന്നുണ്ട്. ഇവർ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോൾ നിങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന തേർഡ് പാർട്ടി ഇങ്ങനത്തെ ഒരു എനർജി ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ സമ്മതിക്കില്ല. കാരണം നിങ്ങളുടെ ഇപ്പോൾ ഒരു മെച്യൂർഡ് ആയ ഒരാൾക്ക് ഒരു യങ് പേഴ്സൻ്റെ അടുത്ത് ഒരു അറ്റൻഷൻ കിട്ടുമ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം വെച്ചാൽ
ഇത്രയും പ്രായമാണെങ്കിലും കണ്ടില്ലേ, ഞാൻ ഇപ്പം ഈ ഷർട്ട് ഇട്ട് നല്ല ലുക്കാണ്, ഈ സാരി എടുത്തിട്ട് നല്ല ലുക്കാണെന്നൊക്കെ ചെറുപ്പക്കാർ ഒരു പ്രായമുള്ള സ്ത്രീയോട് പറയുക, പ്രായ പുരുഷനോട് പറയുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു ഒരു ഗമ കൂടുകയാണ് ചെയ്യുന്നത്. ആഹാ അങ്ങനെയാണോ, ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു കാണിക്കുന്നില്ല, പക്ഷേ ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട് ഇവർ തമ്മിൽ. തേർഡ് പാർട്ടി ശരിക്കും നിങ്ങളുടെ പേഴ്സണെ ഫൂളാക്കുകയാണ്, അത് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാവുന്നില്ല. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ഹാപ്പിയാണ് തേർഡ് പാർട്ടിയായിട്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ തേർഡ് പാർട്ടി പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണോട്. അപ്പോൾ പക്ഷെ പ്രാരാബ്ധം പറയുന്നുണ്ട്. അപ്പോൾ അതറിഞ്ഞും നിങ്ങളുടെ പേഴ്സൺ സംസാരിക്കുന്നുണ്ട്, അല്ല പൈസ കൊടുക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് തേർഡ് പാർട്ടി ഒരു കണക്ഷനിലേക്ക് പോയത്. കാപ്രിക്കോൺ, ലിയോ, സാജിറ്റേറിയസ്, ലിയോ, അക്വേറിയസ്, ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ. ഓക്കെ, തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇതൊരു റിലേഷൻഷിപ്പ് ആണെന്ന് തോന്നുന്നില്ല, എന്നാലും നമുക്ക് നോക്കാം. സീരിയസ് ആണോ തേർഡ് പാർട്ടി? സീരിയസ് ഒന്നും ആവാൻ വഴിയില്ല. നോ ആണ് പറയുന്നത്. സീരിയസ് ഒന്നുമല്ല തേർഡ് പാർട്ടി. ഇത് അവസാനിക്കും. തേർഡ് പാർട്ടി പെട്ടെന്ന് തന്നെ നിർത്തും. നിങ്ങളുടെ ഈ ചിലപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു ഡിഫെൻസ് പോലെയുമാണ്. കാരണം ഇത് ട്രാൻസ്ഫർ കിട്ടുന്ന ഒരു ജോലിയാണ്. നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ പേഴ്സണും അങ്ങനത്തെ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ ഇവർ സ്ഥലം മാറി പോകും. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി ഓരോ സ്ഥലത്ത് ചിലപ്പോൾ ഇതിൻ്റെ തേർഡ് പാർട്ടിയുടെ പേഴ്സണും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ആയിരിക്കാം. മനസ്സിലാവുണ്ടോ? കാരണം ഇത് തേർഡ് പാർട്ടി അവസാനിപ്പിക്കും പെട്ടെന്ന്. എന്ന് വെച്ചാൽ ഇത് എൻഡ് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇവർ ട്രാൻസ്ഫർ ആയിട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള കണക്ഷൻ അവർ കൊണ്ടുപോകില്ല കൂടെ. മനസ്സിലായി? അത് ഇവിടെ ഇട്ടിട്ട് പോകും. അപ്പോൾ അത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പണിയുണ്ടാക്കാൻ വഴിയുണ്ട്. പക്ഷെ എന്നാലും തേർഡ് പാർട്ടി ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അല്ലാതെ ഇവർക്ക് നിങ്ങളുടെ പേഴ്സണോട് സ്നേഹം അങ്ങനെയൊന്നുമില്ല. ഇവർ ഒരു പരിചയമില്ലാത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു അത്താണി ഉണ്ടാക്കിയെടുക്കുക, അതാണ് ഇവരുടെ ഉദ്ദേശം. പിന്നെ അതുപോലെ ഇവരുടെ പേഴ്സൺ അറിയാം. ഇവരുടെ പേഴ്സൺ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തേർഡ് പാർട്ടി ഇങ്ങനെയെല്ലാം പെരുമാറുന്നത്. അതുകൊണ്ട് അവരുടെ പേഴ്സണും ഗുണമുണ്ട്. മനസ്സിലായോ? അവരുടെ പേഴ്സൺ ഗുണമുള്ളതുകൊണ്ടാണ് ആ പേഴ്സൺ ഒന്നും മിണ്ടാതിരിക്കുന്നത്, ഇത് എൻകറേജ് ചെയ്യുന്നത്. പക്ഷേ ഈ തേർഡ് പാർട്ടി ഇത് സീരിയസ് ഒന്നുമല്ല. ഇത് തുടങ്ങിയിട്ടുണ്ടാകുമാർ വെർഗോ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ കേട്ടോ. അപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഉപേക്ഷിക്കണം നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ് ഇവിടെ. കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് വിട്ടു പോകുന്നു. അപ്പോൾ അവർ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്നപ്പം ആ റിലേഷൻഷിപ്പ് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകും. അവരെ ബാലൻസ് ചെയ്യും. നിങ്ങളുടെ പേഴ്സണൽ ഉപേക്ഷിച്ചിട്ട് പോകും. ഇത് ബാലൻസ് ചെയ്തിട്ട് പോവും അവർ. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിൽ ഇവർക്ക് നല്ല കൺട്രോളുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണെ, പക്ഷെ ഇവിടെ രസമെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണോട് ഇവർക്ക് റിലേഷൻഷിപ്പ് തുടങ്ങും ഇവർ. കാരണം നിങ്ങളുടെ പേഴ്സൺ ശുദ്ധതയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണോട് ഇവർ നിങ്ങളുടെ പേഴ്സണെ സ്നേഹിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവർ ഇത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സമയമാവുമ്പോൾ ഇത് പണിയാവും. മനസ്സിലായോ? നിങ്ങളുടെ പേഴ്സണെ കുറിച്ചിട്ടുള്ള തേർഡ് പാർട്ടിയുടെ മെൻറ്റാലിറ്റി മാറും. അതാണ് നമ്മൾ എന്താ പറയുക, നമ്മൾ സ്നേഹം അഭിനയിച്ചാലും നമ്മളോട് ആത്മാർത്ഥമായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ചെയ്യുന്ന കള്ളത്തരമൊന്നും മനസ്സിലാകാതിരിക്കുന്ന ഒരു എനർജിയോട് നമുക്കൊരു സഹതാപം തോന്നും, അല്ലേ? ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇവിടെ ഒരു അബാൻഡൻമെൻറ്റ് കാർഡാണ് വന്നേക്കുന്നതെങ്കിലും നോ ആണ് പറയുന്നത്. നമ്പർ 5 ആണ് വന്നേക്കുന്നത്. ചേഞ്ച് ഉണ്ടാവും. തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ പേഴ്സണോട് ഇപ്പോൾ ഉള്ള ഫീലിങ്സ് അതിൽ വ്യത്യാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ തേർഡ് പാർട്ടി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയാലും ഈ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് പോയാലും മിക്കവാറും ഇത് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് നിങ്ങളുടെ പേഴ്സൺ ആത്മാർത്ഥമായിട്ടാണ് അവരെ ഇഷ്ടപ്പെടുന്നത്, സഹായിക്കുന്നത്, എല്ലാ കാര്യവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഗിൽറ്റി കോൺഷ്യസ് വരാൻ ചാൻസ് ഉണ്ട്. ജഡ്ജ്മെൻറ്റ്, അവർക്കൊരു കുറ്റബോധം വരാൻ ചാൻസ് ഉണ്ട്. അവർ തിരിച്ചു വരും. പിന്നെയും കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിക്കും നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അവർ ഉപേക്ഷിച്ച് പോകും ആദ്യം, പക്ഷെ പിന്നെ തിരിച്ചു വരും. അതാണ്. അപ്പോഴേക്കും അവരൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യും നിങ്ങളുടെ പേഴ്സണുമായിട്ട്. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഉത്തരവാദിത്വമായിട്ട് മാറും.
അത് നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത, നമ്മൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഒരാളെ സഹായിക്കുന്നത് അതുപോലെ ഇരിക്കും. നമ്മൾ അവരിൽ നിന്ന്, നിങ്ങളുടെ പേഴ്സൺ ഒന്നും കിട്ടാനില്ല അല്ലേ? പക്ഷേ അവരൊരു ഒരു നിരാലംബയായ അതിൻ്റെ പുരുഷലിംഗം എന്നൊക്കെയാണ്, അങ്ങനത്തെ ഒരു ആണോ പെണ്ണോ ആണ് തേർഡ് പാർട്ടി. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ പേഴ്സൺ അവരെ സഹായിക്കുന്നത്. അല്ലാതെ പേഴ്സൺ അവരിൽ നിന്ന് ഒന്നും എടുക്കുന്നില്ല, തിരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ തേർഡ് പാർട്ടിക്ക് ഇതിൽ ഗിൽറ്റി വരും. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി പിന്നെയും നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാൻ വഴിയുണ്ട്. അവരെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങളുടെ പേഴ്സൺ. അതൊരു പണിയാവും നിങ്ങൾക്ക്. ഇതാണ്. പക്ഷെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാലും അതെങ്ങനെയെങ്കിലുമൊക്കെ ദൈവം നിങ്ങളുടെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കും പ്രശ്നങ്ങൾ. അങ്ങനെയാണ് ദൈവം നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജ് പറയുന്നത്. ഇതും അതുപോലെ തട്ടി പോവുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല ഇങ്ങനെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് കേട്ടോ. റീഡിങ് കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു സംശയം. നല്ല ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യണമെന്നില്ല. അപ്പം അതുപോലെ എടുക്കുക കേട്ടോ. ഓക്കെ. സ്കോർപിയോ, കാപ്രിക്കോൺ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ലിയോ, വെർഗോ, ടോറസ്, ലിയോ, അക്വാരിയസ്, സ്കോർപിയോ, അക്വാരിയസ്, സ്കോർപിയോ, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതോടെ ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. ഭഗവാൻ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും സംതൃപ്തിയും തന്ന് അനുഗ്രഹിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വേറൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ ടേക്ക് കെയർ. ബൈ ബൈ.